ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് ആവേശകരമായ കൊട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ ഇതുവരെ കാണാത്ത വീറും വാശിയുമാണ് പ്രകടമായത്. കോൺഗ്രസ് ക്യാമ്പിന് ആവേശം പകർന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവസാനഘട്ട പ്രചാരണത്തിൽ പങ്കെടുത്തു. അയോധ്യയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയ്ക്ക് 7 മണിക്ക് തുടക്കമാകും. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്ത്, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മോദി ഗ്യാരണ്ടിയിൽ നിന്ന് വിദ്വേഷ പ്രചരണം ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് വിഷയങ്ങൾ മാറിമറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിക്കുന്നു. മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഏത് രീതിയിലായിരുന്നു ഇന്നത്തെ പ്രചാരണം? മോദിയുടെ റോഡ് ഷോ എപ്പോഴാണ്? അയോധ്യ പ്രത്യേകിച്ച് പ്രധാന വിഷയമായി വരുമ്പോൾ വിനീത, ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും വികസനമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെങ്കിലും മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും വിദ്വേഷത്തെ ചുറ്റിപ്പറ്റിയുള്ള വിദ്വേഷ പ്രസംഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളായിരുന്നു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ, പരാമർശങ്ങൾ കോൺഗ്രസിനെതിരെ നടത്തുകയും അത് വിവാദമാവുകയും ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടത്. അതേസമയം തന്നെ മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും ഉത്തർപ്രദേശിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമാണ്. റായ്ബറേലിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലടക്കം പ്രതിഫലിക്കും എന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസിന് ഉള്ളത്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ ആരംഭിക്കുകയും ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം അയോധ്യയിൽ റോഡ് ഷോ നടത്തും. അയോധ്യയിൽ അദ്ദേഹം റോഡ് ഷോ നടത്തുന്ന പ്രദേശമെന്ന് പറയുന്നത് ഫൈസാബാദ് മണ്ഡലമാണ്. ഫൈസാബാദ് മണ്ഡലം 5ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫൈസാബാദിൽ നടക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി അയോധ്യ സന്ദർശനം നടത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ റോഡ് ഷോ കൂടി നിശ്ചയിക്കുകയായിരുന്നു BJP ചെയ്തത്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരിക്കും അയോധ്യയിൽ ക്ഷേത്രത്തിൽ അദ്ദേഹം പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുക. അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു എന്ന് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയോധ്യയിൽ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റും വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ഈ മൂന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 94 സീറ്റുകളുടെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 2019 ഇതിൽ 72 സീറ്റുകളും വിജയിച്ചിട്ടുണ്ടായിരുന്നത് BJP ആണ്. 4 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചത്. മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്നത് ഉത്തർപ്രദേശും കർണാടകയുമാണ്. ഗുജറാത്തും കർണാടകയുമാണ്. ഗുജറാത്തിലെ 26 സീറ്റുകൾ ഈ ഒറ്റഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതുപോലെ തന്നെ കർണാടകയിലെ ബാക്കിയുള്ള 14 സീറ്റുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തുടർച്ചയായി 3 തവണ ഗുജറാത്തിലെ സീറ്റുകൾ തൂത്തുവാരാൻ വേണ്ടി BJPക്ക് കഴിയുമോ എന്നതാണ് ഗുജറാത്തിനെ ശ്രദ്ധാകേന്ദ്രമാക്കി നിർത്തുന്നത്. അതേസമയം തന്നെ കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയം. ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അയോധ്യയിൽ മോദിയുടെ റോഡ് ഷോ തുടങ്ങാൻ പോവുകയാണ്.